ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവൽ വിളയിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ള അവൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പം മട്ടയവലായാലും പ്രശ്നമൊന്നുമില്ല. മട്ടയവൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. എനിക്കിവിടെ മട്ടയവൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ള അവൽ എടുത്തത്. ഇതിപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി അതിങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് ഒടിക്കുന്ന പരുവം വരെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. ഇനി ഈ ഒരു ചൂടാക്കിയ അവൽ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ്നട്ടോ കറുത്ത മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ ഒരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. ഇപ്പോൾ ഏകദേശം ഒരു കപ്പലിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കപ്പലിൻ്റെ ഒരു 1/4 ഭാഗം ആകുമ്പോഴേക്കും ആ ഒരു പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ ഇതിൻ്റെ കൂടെ കിടന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തത്. അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി അതിലേക്ക് ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ശർക്കര വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ചേർത്ത മിക്സ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഏലക്ക പൊടിച്ചതും ചുക്കുപൊടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ പൊടിച്ചതെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് കുറച്ച് കളറ് ഒരു വെളുത്തയായിട്ട് തോന്നുന്നത്. മറ്റേ കറുത്ത ശർക്കര കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ കളറ് കിട്ടും കേട്ടോ. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം ആ അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ആ ഒരു പൊട്ടുകടലയും കൂടെ ആ ഒരു മിക്സ് ആ നെയ്യോട് കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ചുക്കുപൊടിയുടെ ഏലക്കാപ്പൊടിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ അവൽ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക, നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.